നമസ്കാരം. ഇലക്ട്രിക്കൽ പാനലും മെയിൻ്റനൻസും എന്ന ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇലക്ട്രിക്കൽ പാനൽ പാർട്ട് 2. പാർട്ട് 2-ലെ വിഷയങ്ങൾ ഫോം ഓഫ് സെപ്പറേഷൻ, ഇൻഗ്രസ് പ്രൊട്ടക്ഷൻ, ഇലക്ട്രോ മെക്കാനിക്കൽ ഇൻ്റർലോക്ക് എന്നിവയാണ്. ഫോം ഓഫ് സെപ്പറേഷൻ പാനലിലെ ബസ് ബാറുകളുടെയും ബ്രേക്കറുകളുടെയും വിതരണത്തിനായി BSEN 60439, IEC 60439 എന്നീ സ്റ്റാൻഡേർഡുകൾ ഉപയോഗിച്ച് തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ഒരു രീതിയാണ് ഫോം ഓഫ് സെപ്പറേഷൻ്റെ മാനദണ്ഡം. ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു ഡ്രോയിങ്ങിൻ്റെ റെഫറൻസാണ്. ഫങ്ഷണൽ യൂണിറ്റ് എന്നുദ്ദേശിക്കുന്നത് പാനലിനകത്തുള്ള ബസ് ബാറും ബ്രേക്കറുമാണ്. എൻക്ലോഷർ എന്ന് കാണിച്ചിരിക്കുന്നത് പാനലിൻ്റെ എൻക്ലോഷർ. അടുത്ത് വരുന്ന റെഫറൻസുകളിൽ ഇത് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. ഫോം 1, ബസ് ബാറും ബ്രേക്കറുകളും തമ്മിൽ വേർതിരിവ് നൽകിയിട്ടില്ല എന്നുള്ളത് ഇതിനകത്ത് കാണാൻ കഴിയും. ഫോം 2, പ്രധാന ബസ് ബാർ മാത്രം സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു, ബ്രേക്കറുകളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു. ഫോം 3, പ്രധാന ബസ് ബാറും ബ്രേക്കറുകളും പ്രത്യേകം വേർതിരിച്ചിട്ടുണ്ട്, എന്നാൽ ടെർമിനലുകളിൽ ആ വേർതിരിവ് ഉണ്ടാക്കിയിട്ടില്ല. ഫോം 4, പ്രധാന ബസ് ബാർ, ബ്രേക്കറുകൾ, ടെർമിനലുകൾ എന്നിവ പരസ്പരം വേർതിരിച്ചിരിക്കുന്നത് കാണാം. ഇങ്ങനെ 4 ഫോമുകളാണ് പ്രധാനമായിട്ടുള്ളത്. അടുത്തത് ഇൻഗ്രസ് പ്രൊട്ടക്ഷനാണ്. ഇൻഗ്രസ് പ്രൊട്ടക്ഷൻ എന്നത് ഒരു ഉപകരണം എങ്ങനെയാണ് പൊടിയിൽ നിന്നും ദ്രാവകത്തിൽ നിന്നും, അതായത് ജലത്തിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് കാണിക്കുന്ന രീതിയാണത്. 2 അക്കങ്ങളിലൂടെയാണ് ഇത് അറിയപ്പെടുന്നത്. ഒന്നാമത്തെ അക്കം ഖരപദാർത്ഥങ്ങളുടെയും രണ്ടാമത്തെ അക്കം ദ്രാവകത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. IEC 60529 എന്ന സ്റ്റാൻഡേർഡ് പ്രകാരമാണ് ഈ ഇൻഗ്രസ് പ്രൊട്ടക്ഷൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഓരോന്നിനും നൽകിയിരിക്കുന്ന IP റേറ്റിംഗ്, അതായത് ഇൻഗ്രസ് പ്രൊട്ടക്ഷൻ റേറ്റിംഗ്, ഉപകരണങ്ങളുടെ ആവശ്യകതയെയും അത് ഉപയോഗിക്കുന്ന സ്ഥലത്തെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. 2 അക്കങ്ങളുടെ സൂചനകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ആദ്യത്തെ ഡിജിറ്റ് 0 ആണെങ്കിൽ സംരക്ഷണമില്ല എന്നർത്ഥം. 1 ആണെങ്കിൽ 50 മില്ലിമീറ്റർ വരെ വലിപ്പമുള്ള സോളിഡുകളിൽ നിന്ന് സംരക്ഷണമുണ്ട്. 2 ആണെങ്കിൽ 12 മില്ലിമീറ്റർ വലിപ്പം വരെയുള്ള ഖരപദാർത്ഥങ്ങളിൽ നിന്നുള്ള സംരക്ഷണം. 3 ആണെങ്കിൽ 2.5 മില്ലിമീറ്റർ വരെ വലിപ്പമുള്ള സോളിഡുകളിൽ നിന്ന് സംരക്ഷണം. നാലാണെങ്കിൽ 1 മില്ലിമീറ്റർ വരെ വലിപ്പമുള്ള സോളിഡുകളിൽ നിന്ന് സംരക്ഷണം. 5 പൊടിയിൽ നിന്നുള്ള സംരക്ഷണം. 6 എല്ലാത്തരം പൊടിയിൽ നിന്നും പൂർണ്ണ സംരക്ഷണം, അതായത് ഡസ്റ്റ് ടൈറ്റ്. 2ാമത്തെ ഡിജിറ്റ് 0. 2ാമത്തെ ഡിജിറ്റിൽ 0 ആണെങ്കിൽ സംരക്ഷണം ഇല്ല എന്നർത്ഥം. 1 ആണെങ്കിൽ നേരിട്ട് വീഴുന്ന വെള്ളത്തിൽ നിന്ന് ഈ ഉപകരണത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. 2 ആണെങ്കിൽ 15 ഡിഗ്രി ആംഗിളിൽ പതിക്കുന്ന വെള്ളത്തിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നുണ്ട്. 3 ആണെങ്കിൽ 60 ഡിഗ്രി ആംഗിളിൽ വരെ പതിക്കുന്ന വെള്ളത്തിൽ നിന്ന് പ്രൊട്ടക്ഷൻ. 4 എല്ലാ ദിശയിൽ നിന്നും തെറിച്ചു വീഴുന്ന വെള്ളത്തിൽ നിന്ന് പ്രൊട്ടക്ഷൻ.
5 ആണെങ്കിൽ എല്ലാ ദിശയിൽ നിന്നുമുള്ള താഴ്ന്ന മർദ്ദമുള്ള വാട്ടർ ജെറ്റുകൾ, ചെറിയ വാട്ടർ ജെറ്റുകളിൽ നിന്നുള്ള സംരക്ഷണം. 6 ആണെങ്കിൽ പവർഫുള്ളായിട്ടുള്ള വാട്ടർ ജെറ്റിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ. 7 1 മീറ്റർ വരെ ആഴമുള്ള വെള്ളത്തിൽ താഴ്ത്തി വെച്ചാൽ അതിൽ നിന്നുള്ള സംരക്ഷണം. 8 3 മീറ്റർ വരെ ആഴമുള്ള വെള്ളത്തിൽ ഈ ഉപകരണം സംരക്ഷിക്കപ്പെടുന്നു. ഒരു ഉദാഹരണം ഇവിടെ കൊടുക്കുന്നു. IP00 എന്നാൽ പ്രൊട്ടക്ഷൻ ഒന്നുമില്ലാത്തതിന് IP00 കൊടുക്കേണ്ട കാര്യമില്ല. ഞാൻ ഉദാഹരണത്തിന് വേണ്ടി അത് പറഞ്ഞതാണ്. IP68 എന്ന് പറയുന്നത് പൂർണ്ണ പ്രൊട്ടക്ഷനെ സൂചിപ്പിക്കുന്നു. അക്കം 6 പൊടിയിൽ നിന്നുള്ള സംരക്ഷണം, അതായത് ടെസ്റ്റ് ടൈറ്റും. അക്കം 8 സൂചിപ്പിക്കുന്നത് 3 മീറ്റർ വരെ ആഴമുള്ള വെള്ളത്തിലെ സംരക്ഷണമാണ്. അതായത് IP68 കൊടുത്തിട്ടുള്ള ഒരു ഉപകരണം പൂർണ്ണമായിട്ട് പൊടിയിൽ നിന്നും വെള്ളത്തിൽ നിന്നും സംരക്ഷിക്കുന്നു എന്നർത്ഥം. അടുത്തത് ഇലക്ട്രോ മെക്കാനിക്കൽ ഇൻ്റർലോക്കാണ്. മെയിൻ പവർ, സെക്കൻഡറി പവർ എന്നിങ്ങനെ 2 വ്യത്യസ്ത ഭാഗങ്ങളുള്ള പാനലുകളിൽ ഈ ഇൻ്റർലോക്കിംഗ് സംവിധാനം ഉപയോഗിക്കുന്നു. ഏതെങ്കിലും ഒരു ഭാഗം മാത്രമായിരിക്കണം ഒരു സമയം പ്രവർത്തിക്കേണ്ടത്. ഇത് ഉറപ്പാക്കുന്നതിനാണ് ഇന്റർലോക്കിംഗ് സംവിധാനം ഉപയോഗിക്കുന്നത്. മെയിൻ പവർ സോഴ്സ് സാധാരണ വൈദ്യുത നിലയത്തിൽ നിന്നും, സെക്കൻഡറി പവർ സോഴ്സ് ലോക്കലായുള്ള ജനറേറ്ററിൽ നിന്നും വരുന്നതായിരിക്കും. രണ്ട് ACBകൾക്കിടയിലോ അല്ലെങ്കിൽ ഇവയുടെയെല്ലാം ക്ലോസിംഗ് കോണ്ടാക്റ്റുകൾ തമ്മിലോ മെക്കാനിക്കൽ ഇന്റർലോക്ക് നൽകുന്നു. ഈ അവസ്ഥയിൽ ഒരു സമയം ഒരു ACB മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂ എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഒരു ബ്രേക്കർ ക്ലോസ് ആയിരിക്കുമ്പോൾ അടുത്തത് ഓപ്പൺ ആയിരിക്കും. ഈ ലോക്കിംഗ് സിസ്റ്റം 2 ബ്രേക്കറുകളും ഒരേ സമയം ക്ലോസ് ആവാൻ അനുവദിക്കില്ല. എന്നാൽ 2 ബ്രേക്കറുകളും ഒരേ സമയം ഓപ്പൺ ആവാൻ ഈ ലോക്കിംഗ് സിസ്റ്റം അനുവദിക്കുന്നുണ്ട്. കാരണം അത് മെയിൻ്റനൻസിനോ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാനാണ്. അടുത്തത് ഇലക്ട്രിക്കൽ ഇൻ്റർലോക്കാണ്. ACBയുടെ കൺട്രോൾ സർക്യൂട്ടിലാണ് ഈ ലോക്കിംഗ് സംവിധാനം കൊടുക്കുന്നത്. കൺട്രോൾ സർക്യൂട്ടിലേക്കുള്ള പവർ 2 വ്യത്യസ്ത കൺട്രോൾ റിലേകളിലൂടെയാണ് കൊടുക്കുന്നത്. ലളിതമായ ഒരു ഇലക്ട്രിക്കൽ ഇന്റർലോക്ക് സിസ്റ്റം ഇവിടെ SLDയിൽ വിവരിച്ചിരിക്കുന്നു. സുരക്ഷിതമായ പ്രവർത്തനം ലഭിക്കുന്നതിനായി 2 ബ്രേക്കറുകളുടെ കൺട്രോളുകൾ തമ്മിലാണ് ഇന്റർലോക്ക് ബന്ധിപ്പിക്കുന്നത്. ഈ SLDയിൽ കാണിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇവിടെ നൽകിയിരിക്കുന്ന SLDയിൽ റിലേ K1ൻ്റെ NC, അതായത് നോർമലി ക്ലോസ് വഴി റിലേ K2ൻ്റെ കോയിൽ സപ്ലൈ നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ റിലേ K2ൻ്റെ NC വഴി റിലേ K1ൻ്റെ കോയിലിലേക്കുള്ള പവറും കൊടുത്തിരിക്കുന്നു. ഇതിനാൽ ഒരു സമയം ഒരു കൺട്രോൾ സർക്യൂട്ടിന് മാത്രമേ പവർ ലഭിക്കുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. ഇന്റർലോക്കിംഗ് സംവിധാനം വളരെ വിശദമായി കൺട്രോൾ സിസ്റ്റത്തിൻ്റെയും AMF സിസ്റ്റത്തിൻ്റെയും ട്യൂട്ടോറിയലിൽ നൽകുന്നുണ്ട്.
പാർട്ട് 2 ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദ ട്യൂട്ടോറിയൽ. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.